പശ്ചിമേഷ്യൻ രാജ്യമായ ലെബനൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലോകത്തെ ഏറ്റവും ശക്തമായതും സാങ്കേതിക കരുത്തുമുള്ള സംഘടനയായ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് നടത്തിയ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണ് ലോകം. ചാര സോഫ്റ്റ്വെയറായ പെഗാസസും മിസൈൽ വേദ അയൺ ഡോമുമൊക്കെ അവതരിപ്പിച്ച് ലോകത്തെ അമ്പരിപ്പിച്ച മൊസാദ് ആയിരക്കണക്കിന് പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിപ്പിച്ചാണ് 2 മാസത്തിനിടെ രണ്ടാമത്തെ ആക്രമണം നടത്തിയത്. ഇസ്രയേലിൻ്റെ ചാരഘടനകളെക്കുറിച്ച് നിരവധി സിനിമകൾ ചെയ്ത ഹോളിവുഡ് പോലും ഇത്തരമൊരു കഥയുണ്ടാക്കാൻ മടിക്കും. 3000 പേജറുകളാണ് ഹിസ്ബുള്ള സൈനികരുടെയും പ്രവർത്തകരുടെയും കൈകളിലിരുന്ന് പൊട്ടിയത്. അതും പ്രത്യേകം മെസ്സേജ് വന്നതിൻ്റെ ശബ്ദം കേട്ട് നോക്കുമ്പോൾ. പൊട്ടിത്തെറിയിൽ മരിച്ചവരുടെ സംസ്കാര ചടങ്ങിനിടെയാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. ഹിസ്ബുള്ള പ്രവർത്തകരെ കൊലപ്പെടുത്തുന്നതിനൊപ്പം അവരുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തെ ആകെ അട്ടിമറിക്കാൻ മൊസാദിന് കഴിഞ്ഞെന്ന് വ്യക്തം. ഇതിൻ്റെ ആസൂത്രണത്തെപ്പറ്റി ഇന്നും ലോകത്തിനു മുമ്പിലുള്ളത് ഊഹാപോഹങ്ങൾ മാത്രം. ഹിസ്ബുള്ളയുടെ ഏറ്റവും മുതിർന്നവരും പിന്നണിയിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ശക്തരായ നേതാക്കളെയാണ് ഇസ്രയേൽ ബെയ്റൂട്ടിൽ വധിച്ചത്. വ്യോമാക്രമണങ്ങളിലൂടെ ആയിരങ്ങളെ കൊല്ലുന്നതിനു പകരം 100ഓളം വരുന്ന ഏറ്റവും മുന്തിയ റാങ്കിലുള്ള നേതാക്കളെയാണ് ഇസ്രായേൽ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിട്ടത്. 2 വർഷം മുമ്പ് തുടങ്ങിയ ആസൂത്രണത്തിൻ്റെ ഒടുവിലാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തത്. ഇസ്രായേലിൻ്റെ സാങ്കേതിക ആക്രമണങ്ങളെ ചെറുക്കാൻ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിക്കണമെന്നും പേജർ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കണമെന്നും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല കഴിഞ്ഞ വർഷം മുന്നറിയിപ്പ് നൽകിയിരുന്നു. 1996 ഹമാസ് നേതാവായിരുന്ന യഹിയ അയ്യാഷ് കൊല്ലപ്പെടുന്നത് മൊബൈൽ ഫോൺ വഴിയുള്ള ആക്രമണത്തിലായിരുന്നു. ഹമാസിനു വേണ്ടി ഉഗ്രശേഷിയുള്ള ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു യഹിയ. ഹമാസിൻ്റെ എഞ്ചിനീയർ എന്നാണ് അറിയപ്പെട്ടിരുന്നതും. സാങ്കേതികവിദ്യയിൽ മിടുക്കനായിരുന്ന യഹിയയുടെ മരണം ഹമാസിന് വൻ നഷ്ടമായി. അതിനുശേഷമാണ് ഹിസ്ബുല്ല അടക്കമുള്ള ഗ്രൂപ്പുകൾ ആശയവിനിമയം ചോരാതിരിക്കാൻ ഫോണുകൾ അകറ്റി നിർത്തിയത്. പക്ഷേ നസ്രല്ല മനസ്സിൽ കണ്ടത് ഇസ്രായേൽ മാനത്ത് കണ്ടു. ഹംഗറിയിൽ കടലാസ് കമ്പനി ആരംഭിച്ച ഇസ്രായേൽ ബുഡാപെസ്റ്റിൽ ബ്രിട്ടീഷ് വനിതയുടെ നേതൃത്വത്തിലുള്ള BAC കൺസൾട്ടൻ്റ്, തായ്വാൻ കമ്പനിയായ ഗോൾഡ്, അപ്പോളോ എന്നിവയാണ് ഉപയോഗിച്ചത്. BACയുടെ ഉടമയായ 49-കാരിയായ ക്രിസ്ത്യാന സാധാരണക്കാർക്ക് വേണ്ടി പേജറുകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകളാണ് എടുത്തിരുന്നത്. പക്ഷേ ഹിസ്ബുള്ളയ്ക്കുള്ള പേജറുകൾ പ്രത്യേകമായി ഉണ്ടാക്കി. സ്ഫോടക വസ്തുവായ പെൻഡാഎറിത്രിയോൾ ടെട്രാനൈട്രേറ്റ് 3 ഗ്രാം വീതം ഉൾപ്പെടുത്തി. സുരക്ഷാ വിഭാഗം പരിശോധിച്ചെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ല. അത്രയ്ക്ക് സാങ്കേതിക തികവോടെയാണ് പേജർ അണിയിച്ചൊരുക്കിയത്. ഹിസ്ബുള്ളയ്ക്കിടയിൽ മൊബൈൽ ഫോൺ ഭീതി പരത്തിയതും ഇസ്രായേൽ ആണെന്നാണ് മറ്റൊരു വാദം. ക്രിസ്ത്യാന ഇപ്പോൾ ഹംഗേറിയൻ സുരക്ഷാ ഏജൻസിയുടെ സംരക്ഷയിലാണെന്ന് ബ്രിട്ടീഷ് പത്രമായ ഡെയിലി മെയിലും റിപ്പോർട്ട് ചെയ്തു. ഹിസ്ബുള്ള പേജർ ആക്രമണത്തോട് പതിവ് പോലെയാണ് പ്രതികരിച്ചത്. റോക്കറ്റുകൾ അയച്ചു, പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഹിസ്ബുള്ള അയച്ച റോക്കറ്റുകളെല്ലാം ഇസ്രായേലിൻ്റെ അയൺ ഡോമിന് മുന്നിൽ നിഷ്പ്രഭമായെന്ന് മാത്രം. സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന ലെബനന് അതിൽ കൂടുതലൊന്നും സാധിക്കുമെന്ന് കരുതാനും വയ്യ. ഹിസ്ബുള്ളയുമായി അടുപ്പമുള്ള ഹൂതി വിമതരുടെ ആക്രമണം നടക്കുന്നതിനാൽ സൗദി പോലുള്ള രാജ്യങ്ങളുടെ സഹായവും ലെബനന് ലഭിക്കില്ല. നിരവധി ഉപരോധങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഇറാനും സഹായിക്കാൻ പരിധിയുണ്ട്. മുതിർന്ന ഹിസ്ബുള്ള മിലിറ്ററി നേതാവായ ഇബ്രാഹിം അക്യുലിനെ കൂടി മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചതോടെ ലെബനിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ അടിത്തറയിളകിയെന്ന് രാജ്യാന്തര പ്രതിരോധ നിരീക്ഷകരും ഏജൻസികളും വിലയിരുത്തുന്നു. പേജറുകളിൽ ഉപയോഗിച്ചത് 2.7 സെൻറ്റിമീറ്റർ കനവും 90 ഗ്രാം ഭാരവുമുള്ള റീചാർജ് ചെയ്യാവുന്ന ലിഥിയം ബാറ്ററികളാണ്. ഒന്നുകിൽ ഒരുമിച്ച് പ്രത്യേക ടെക്സ്റ്റ് മെസ്സേജ് കോഡ് ഉപയോഗിച്ച് ഓവർ ഹീറ്റ് ചെയ്തു, അല്ലെങ്കിൽ 3 ഗ്രാം സ്ഫോടക വസ്തു ബാറ്ററിക്ക് പുറത്ത് നിറച്ചു. ലെബനൻ സമയം വൈകിട്ട് 3-ന് എല്ലാ പേജറുകളിലേക്കും ഹിസ്ബുല്ല നേതൃത്വത്തിൻ്റേതെന്ന് കരുതുന്ന ഒരു പ്രത്യേക കോഡ് മെസ്സേജ് അയക്കുന്നു. സ്ഫോടനം നടന്ന ശേഷമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അറിയാം. തുടർച്ചയായ ബീപ്പ് ശബ്ദം കേട്ട് പേജറുകൾ തുറന്നു നോക്കുകയോ കേട്ടുനോക്കുകയോ ചെയ്യുമ്പോഴാണ് സ്ഫോടനമുണ്ടാകുന്നത്. മുഖത്തും കണ്ണുകൾക്കും പലർക്കും ഗുരുതരമായി പരിക്കേറ്റു. പലരുടെയും കൈകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. അബദ്ധത്തിൽ പേജറുകൾ കയ്യിൽ വെച്ച 3 ഹിസ്ബുല്ല MPമാരുടെ മക്കളും കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ നടുങ്ങിയ ലെബനന് ആദ്യം എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമായില്ല. ബെയ്റൂട്ട് മുതൽ ബെക്കാലി വരെയും ഈ പേജറുമായി സിറിയയിലുണ്ടായിരുന്നവർക്ക് പോലും പരുക്കുണ്ട്. സാധാരണ സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്ത് സുരക്ഷാ സംവിധാനം പൊളിക്കുന്ന രീതിയൊക്കെ കാണാറുണ്ടെങ്കിലും ഹാർഡ്വെയർ ഓപ്പറേഷൻ വിപുലമായ രീതിയിൽ ഉണ്ടാകുന്നത് അപൂർവമാണ്. ഹിസ്ബുല്ല പോലെ ആയുധശേഷിയും സാങ്കേതിക മികവുമുള്ള സംഘങ്ങൾക്ക് നൽകുന്ന ഉപകരണങ്ങൾ നേരിട്ട് തിരിമറി നടത്തുക എന്ന അസാധ്യമായ നീക്കമാണ് മൊസാദ് പാളിച്ച കൂടാതെ നടത്തിയെടുത്തത്.
ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ ആക്രമണ ഗ്രൂപ്പായ റഡ്വാൻ ഫോഴ്സിൻ്റെ കമാൻഡൻ്റായ അക്വിൽ മരിച്ച വിവരം ആദ്യം നിഷേധിച്ചെങ്കിലും ഹിസ്ബുള്ള നിലവിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഉയർന്ന റാങ്കിലുള്ള നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടെന്നും ഹിസ്ബുള്ള പരോക്ഷമായി സമ്മതിക്കുന്നു. 16 ഹിസ്ബുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേലും അവകാശപ്പെടുന്നു. തെക്കൻ ബെയ്റൂട്ടിലെ 8 നില കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ജനങ്ങളും പരിഭ്രാന്തരായി കഴിഞ്ഞു. കുട്ടികളടക്കം 37 പേർ കൊല്ലപ്പെട്ടെന്നും നിരവധി പേരെ കാണാതായെന്നും 3000 പേർക്ക് പരിക്കേറ്റെന്നും ലെബനീസ് അധികൃതർ വ്യക്തമാക്കി. കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്ത് കാത്തിരുന്ന് കൃത്യസമയത്ത് സൂക്ഷ്മതയോടെ ആക്രമണം നടത്തുകയെന്ന രീതി മൊസാദിൻ്റെയാണ്. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ വെച്ച് കൊല്ലുമ്പോഴും ഇതേ സൂക്ഷ്മതയായിരുന്നു മൊസാദിന്. ഇറാനിലെത്തുമ്പോൾ അദ്ദേഹം പതിവായി കഴിയാറുള്ള അതീവ സുരക്ഷാ മേഖലയിലുള്ള മുറിയിലാണ് അന്ന് മൊസാദ് ബോംബ് വെച്ചത്. മാസങ്ങൾക്ക് ശേഷം ഹനിയ മുറിയിലെത്തിയ ദിവസം രാത്രിയിൽ നടന്ന സ്ഫോടനത്തിൽ ഞെട്ടാത്തവരില്ല. 11 മാസമായി ഇസ്രായേൽ ലെബനീസ് അതിർത്തിയിൽ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. അതിർത്തിയിൽ നിന്ന് 1.5 ലക്ഷത്തിലേറെ ആളുകളാണ് ഒഴിഞ്ഞുപോയത്. ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വടക്കൻ ഇസ്രായേൽ കേന്ദ്രമാക്കിയാണ് ഹിസ്ബുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചത്. ഹമാസിൻ്റെ സഹായത്തോടെ ഇസ്രായേൽ സേനയെ തറപറ്റിക്കുമെന്നായിരുന്നു ഹിസ്ബുള്ളയുടെ പ്രഖ്യാപനം. ഒക്ടോബർ 7-ന് ഹമാസ് തെക്കൻ ഇസ്രായേലിലാണ് നുഴഞ്ഞു കയറി വൻ ആക്രമണം നടത്തിയത്. 1200 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. 250-ൽ കൂടുതൽ പേരെ വലിച്ചഴിച്ച് ഗാസയിലേക്ക് കൊണ്ടുപോയി. ഇരുമ്പുമറയിൽ തീർത്ത ഇസ്രായേലിൻ്റെ അതിർത്തി സംരക്ഷണത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളാണ് ഈ ആക്രമണം ഉയർത്തിയത്. മൊസാദിൻ്റെ കഴുകൻ കണ്ണുകളെക്കുറിച്ച് പരിഹാസങ്ങൾ ഉയർന്നു. ഇതോടെയാണ് ഇസ്രായേൽ നേതൃത്വവും ചാരസംഘടനകളും അതിർത്തികളിലെ ഭീഷണിയെക്കുറിച്ച് കൂടുതൽ ഗൗരവമായി ആലോചിച്ചു തുടങ്ങിയത്. പ്രത്യാക്രമണം എന്ന നിലയിൽ ഇസ്രായേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ചു. വെടിനിർത്തൽ ആഹ്വാനങ്ങളെല്ലാം നിഷ്ഫലമായി. 41,000 ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് ഗാസ ഹെൽത്ത് അതോറിറ്റിയുടെ കണക്ക്. വടക്കൻ അതിർത്തിയിലെ ഹിസ്ബുള്ള സൈനിക സാന്നിധ്യത്തിനെതിരെയും ഇസ്രായേൽ നീക്കം ആരംഭിച്ചു. പേജർ ആക്രമണത്തിന് മുമ്പ് തന്നെ ഇസ്രായേലി സൈന്യം ഹിസ്ബുള്ളയ്ക്കെതിരെ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണം ആരംഭിച്ചിരുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെ 18 വർഷം മുമ്പ് നടന്ന യുദ്ധത്തിന് ശേഷം തുടരുന്ന ഭീഷണി മുൻപിലെ ജീവിതം ഇനി സാധ്യമല്ലെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നതിന് തുല്യമായിരുന്നു ഈ ആക്രമണങ്ങളെന്ന് വാഷിംഗ്ടണിലെ മിഡിൽ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസ് പ്രസിഡന്റ് പോൾ സലേമും പറയുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ ഭീഷണി പോലും ഹമാസിൻ്റെ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ അതീവ ഗൗരവത്തിലാണ് എടുത്തത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന നിലയിലാണ് കഴിഞ്ഞയാഴ്ച ഇസ്രായേൽ അതീവ നാടകീയമായി ഹിസ്ബുള്ളയുടെ സാങ്കേതിക സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറിയത്. ആയിരക്കണക്കിന് പേജറുകളും വോക്കി ടോക്കികളും സ്ഫോടനം നടത്തി നിരവധി പേരെ വധിച്ചു. ഒപ്പം അക്വിലിനെ വധിച്ചതിന് സമാനമായ വ്യോമാക്രമണങ്ങളും നടത്തി. ഹിസ്ബുള്ളയ്ക്ക് പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പേ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഹിസ്ബുള്ളയെ മൂലയിലേക്ക് തള്ളിവിടാൻ ആക്രമണത്തിലൂടെ ഇസ്രായേലിന് കഴിഞ്ഞെന്നാണ് പ്രതിരോധ വിദഗ്ധരും വിലയിരുത്തുന്നത്. ഹിസ്ബുള്ളയ്ക്ക് വൻ ആയുധ ശേഖരമുണ്ടെങ്കിലും അവ വിന്യസിക്കാനുള്ള ശേഷി വെട്ടിച്ചുരുക്കപ്പെട്ടു. ഫോണുകൾ ഉപേക്ഷിച്ച ഹിസ്ബുള്ളയ്ക്ക് ഇനിയൊരു സാങ്കേതിക സംവിധാനം ഒരുക്കാൻ നാളുകൾ എടുക്കുമെന്ന് വേണം കരുതാൻ. അതിർത്തിയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ഇസ്രായേലികൾക്ക് തിരിച്ചെത്താൻ കഴിയുന്നിടം വരെ ഇസ്രായേൽ ചെറുത്തുനിൽപ്പ് തുടരുമെന്നാണ് പ്രതിരോധ മന്ത്രി യോവ് ഗലാന്റ് പറഞ്ഞത്. ചില പ്രതിരോധ വിദഗ്ധർ ഇതിനെ കരയിലൂടെയുള്ള സൈനിക നീക്കത്തിൻ്റെ ആരംഭമായും വിലയിരുത്തുന്നു. തെക്കൻ ലെബനനിലെ ഇസ്രായേൽ കടന്നുകയറ്റത്തിനെതിരെ 1980-കളിലാണ് ഹിസ്ബുള്ള രൂപീകരിച്ചത്. 2000-ൽ ഇസ്രായേലിനെ ഗറില്ല മുറകൾ കൊണ്ട് ഹിസ്ബുള്ള തുരത്തി. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ആദ്യ പരാജയം. ഇതിനുശേഷം സൂപ്പർ പവറായി ഉയർന്നു വന്ന ഇസ്രായേലിന് ഹമാസിനെ 11 മാസമായി തുടരുന്ന യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതും പ്രതിസന്ധിയാണ്. ജനപിന്തുണ നഷ്ടപ്പെട്ട നെതന്യാഹുവിന് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ യുദ്ധം തുടരേണ്ടത് അത്യാവശ്യമാണ്. യുദ്ധം നിർത്തിയാലുടൻ നെതന്യാഹു അധികാര പ്രശ്നമാവും. കോടതികളിലുള്ള അഴിമതി കേസുകൾ സജീവമാവും. ചിലപ്പോൾ ശിഷ്ടകാലം അഴിക്കുള്ളിലാവും. ഇതിനെല്ലാം ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് യുദ്ധം തുടരുകയാണ് പോംവഴി. അതിൻ്റെ തുടക്കമെന്ന നിലയിലാണ് പേജർ പൊട്ടിത്തെറിയെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. സൗത്ത് ലെബനനിലൂടെ ഒഴുകുന്ന ലിത്വാനി നദിക്ക് അക്കരയിലേക്ക് ഹിസ്ബുള്ളയെ ഒതുക്കുകയാണ് ഇസ്രായേൽ പടയൊരുക്കത്തിന് പിന്നിലെന്നാണ് കരുതുന്നത്. അതിർത്തികൾ അടച്ചുള്ള ഗാസ യുദ്ധത്തിൽ പൂർണ്ണ വിജയം നേടാൻ ഇതുവരെ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല. അതിർത്തികൾ വഴി ഹിസ്ബുള്ള എന്ത് നീക്കമായി നടത്തുകയെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ട കാഴ്ചയാണ്.